ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ആർക്കാണ് അങ്ങനെ പ്രശ്നമുള്ളത്? കുറച്ച് ഫെമിനിസ്റ്റുകൾക്കാണ് ഈ പ്രശ്നമുള്ളത്. ഇവനെ പോലത്തെ കുറച്ച് ഫെമിനിസ്റ്റുകൾക്കാണ് ആ പ്രശ്നമുള്ളത്. അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ആ പ്രശ്നമല്ല. മുസ്ലിം സ്ത്രീകൾ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് എവിടെയും സമരം ചെയ്തിട്ടില്ല. വേണ്ട വിധം ഞങ്ങൾക്ക് പള്ളിയിൽ പ്രവേശനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം നടത്തിയിട്ടില്ല. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല, അതിന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടുന്ന ഒരേ ഒരു വിഭാഗം ഇവിടുത്തെ ഫെമിനിസ്റ്റുകളാണ്. ഇവരുടെ ട്രാപ്പിൽ ചെന്ന് വീഴുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ഇനി അവൻ്റെ അബദ്ധം ഒന്ന് കേട്ട് നോക്ക്. ഇപ്പോൾ മറിയം ബീവി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു. പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും ഇവിടെ പള്ളിയിലേക്ക് ഒരു സ്ത്രീ കടക്കുന്നത് അല്ലെങ്കിൽ കയറുന്നത് ഇതൊന്നും ഹറാമായ നിഷിദ്ധമായ കാര്യമല്ല. നമ്മുടെ നാടുകളിലൊക്കെ പുതിയൊരു പള്ളി ഉണ്ടാക്കിയാൽ അത് കാണാൻ പ്രത്യേകം സ്ത്രീകൾക്ക് ഒരു ദിവസം നിശ്ചയിക്കാറുണ്ട്. ആണുങ്ങളൊക്കെ മാറി നിന്ന് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ പള്ളി സന്ദർശിക്കാൻ, ശുദ്ധിയോടുകൂടെ അവർക്ക് സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കാറുണ്ട്. എന്താണ് കാരണം? പള്ളി പെണ്ണിനെ സംബന്ധിച്ച് അയിത്തമായ ഒന്നല്ല, മറിച്ച് അവിടെ ജുമുഅ ജമാഅത്തുകൾക്ക് പോകേണ്ടതില്ല, അതാണ് നിഷിദ്ധമായ കാര്യം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വെടിപ്പായിട്ടായിരുന്നു മറുപടി പറയേണ്ടത്. പക്ഷേ ഈ പെൺകുട്ടി, ഇന്ന് വൈറലായ പെൺകുട്ടി ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഐ തിങ്ക് വിൽ ബി ചേഞ്ച് സോൺ. ഇന്ന് ഈ പള്ളിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ള അവസ്ഥകളൊക്കെ ഇവിടെ ചില കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ചിലർ ഉണ്ടാക്കിയതാണ്. അതൊക്കെ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. നമുക്ക് ഇത്തരം ചെറുപ്പക്കാരായ ആളുകൾ ഇത്തരം ആളുകളിൽ ഇൻഫ്ലുവൻസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണ നീക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് മാത്രം പ്രതികരിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതൊരു കൾച്ചർ, ഉണ്ടാക്കിയെടുത്ത കൾച്ചറാണ്. ഐ തിങ്ക് വിൽ ബി ചേഞ്ച് സോൺ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരോടും നമുക്കെല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കലും ആരും ഉണ്ടാക്കിയെടുത്ത കൾച്ചറല്ല. ഇത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ പണ്ഡിതനാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഖുർആനിൽ നിന്ന് നേരിട്ട് വിധികൾ നിർദ്ധാരണം ചെയ്യാനുള്ള മുജ്തഹിദ് ഇജ്തിഹാദിനുള്ള യോഗ്യതയുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ അവിടുത്തെ പെൺമക്കളോ ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അതായത് അത് ഇസ്ലാമിൻ്റെ നിയമമാണ് എന്നർത്ഥം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കാരത്തിന് അവരുടെ വീടാണ് ഉത്തമം എന്നാണ്. മാത്രമല്ല ഈ സംഗതികൾ ഏകദേശം 1940 കാലം വരെ കേരളത്തിൽ അവിതർക്കിതമായ വിഷയമായിരുന്നു. എല്ലാവരാലും അംഗീകരിക്കുന്ന ഒരു വിഷയമായിരുന്നു അത്. ആരും അതിനെ എതിർക്കുകയോ ഇങ്ങനെ പള്ളിയിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി മുന്നിടുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ പള്ളിയിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും പരിശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് എഴുതി വെക്കുന്നത് മുജാഹിദുകളുടെ മാസിക തന്നെയാണ്. ഉമർ മൗലവി അൽമനാർ എന്ന് പറയുന്ന മുജാഹിദ് പത്രത്തിൽ 1953 എഴുതുന്നത് കാണാം. പ്രാമാണികരായ മുഹദ്ദിസുകളുടെയും മുഫസ്സിറുകളുടെയും ധാരാളം വാചകങ്ങൾ ഞാൻ ഉദ്ധരിച്ചു. സ്ത്രീകൾക്ക് ജുമുഅ വുജൂബില്ല എന്നത് ഇസ്ലാമിക ലോകത്ത് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് എന്നാണ് ഇമാം ഷൗക്കാനി, ഇമാം നവവി, ഇമാം ഇബ്നു മുൻദിർ, ഇബ്നു റുഷ്ദ്, ഇമാം സ്വൻആനി, ഇമാം ഇബ്നു ഹസം
തുടങ്ങിയവർ വ്യക്തമാക്കിയതെന്ന് വായനക്കാർ കണ്ടുവല്ലോ. ഇനി അതേ അൽമനാളിൽ തന്നെ മുജാഹിദുകൾ എഴുതുന്നു നോക്കൂ. ജൂൺ ലക്കത്തിൽ വളരെ പ്രതിബന്ധങ്ങളുള്ളവരാണവർ. ചിലപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആർത്തവം ഉണ്ടായെന്ന് വരാം. അത് പള്ളിയിൽ വെച്ചായാൽ പള്ളി വൃത്തികേടാവും എന്നുള്ളത് മാത്രമല്ല, നാണക്കേട് സഹിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. അവർ അത്രയും അബലകളും ചബലകളുമാണ് എന്നെഴുതിയത് ഇവിടുത്തെ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷമായ മുജാഹിദ് വിഭാഗം. പണ്ട് കാലത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് അവർ വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും വഹാബിസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ എഴുതി വെച്ചതാണ് ഇതൊക്കെ. ഇനി കേരളത്തിൻ്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ 1940-കൾക്ക് ശേഷമാണ് കേരളത്തിൽ പെണ്ണ് പള്ളിയിൽ പോകാൻ തുടങ്ങിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ആദ്യമായി ജുമാക്ക് പങ്കെടുത്ത സ്ത്രീകൾ ഒതായി, വെള്ളാമ്പാറ ഖദീജക്കുട്ടിയും ആമിനത്താത്തയുമാണെന്ന് പുടവ മാസിക 1995 മാർച്ച് പുസ്തകം 4 ലക്കം 12 പേജ് 29 വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാം. ആ സ്ത്രീയുടെ ഫോട്ടോയും അവർ അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഖദീജക്കുട്ടിയുടെ ഫോട്ടോയും അവർ കൊടുക്കുന്നുണ്ട്. 1940-കളിൽ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുക എന്നത് പലർക്കും ഊഹിക്കാൻ പോലും സാധ്യമാവാത്ത കാര്യമായിരുന്നു. അന്ന് ഞങ്ങൾ ഏതാനും സ്ത്രീകൾ ഒതായി പള്ളിയിൽ പോവാൻ തുടങ്ങി. തന്നിമിത്തം അതിശക്തമായ എതിർപ്പുകളും ആക്ഷേപങ്ങളും ഉയർന്നു വരികയുണ്ടായി. ഇത് പുടവ മാസികയിൽ 1995 മാർച്ചിൽ അതിൻ്റെ പുസ്തകം 28-ൽ ഈ ആദ്യമായി പള്ളിയിൽ പോയ ഖദീജക്കുട്ടി തന്നെ തൻ്റെ അനുഭവം രേഖപ്പെടുത്തിയതാണ്. അതിനു മുമ്പ് ഇവിടെ സ്വഹാബികളോ താബിയുകളോ ഒക്കെ മതം പ്രചരിപ്പിച്ച നാടാണ് നമ്മുടെ കേരളം. തനതായ ഇസ്ലാമിനെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് സ്വഹാബികളാണ്. അവരെ തുടർന്ന് താബിയുകളാണ്, പണ്ഡിതന്മാരാണ്. ആരും കേരളത്തിൽ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുത്തെ ഭാര്യമാരെയോ പെൺമക്കളെയോ പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. അവർ അതിനു വേണ്ടി അവകാശം ചോദിച്ചിട്ട് സമരം ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളുടെ ഒരാശയമാണ് പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുക. അവരുടെ താല്പര്യമാണ്. പള്ളിയിൽ മാത്രം സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങളായ സ്ത്രീകൾക്ക് പോലും അങ്ങനെ ഒരു ആവശ്യമില്ല. ഓരോരുത്തർക്കും അതിൻ്റേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ അവർക്ക് ഇസ്ലാം വകവെച്ച് കൊടുത്ത സ്വാതന്ത്ര്യമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത്. മഹാഭൂരിപക്ഷവും അങ്ങനെ ജീവിക്കുന്നവരാണ്. പിന്നെ ഈ ഫെമിനിസ്റ്റുകളുടെ ഇത്തരം പ്രചണ്ഡമായ വേലകളിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് പുതിയ തലമുറ മാറുന്നത് ഖേദകരമാണ്. അപ്പോൾ ഇത് ഉണർത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇത്തരം ആളുകളിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ബാക്കിയുള്ള പുതുതലമുറ കൂടെ വഴിതെറ്റാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.